ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഈ കഴിഞ്ഞ ഹർത്താൽ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ലേറ്റായി പോയി അത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളന്ന് പറശ്ശിനിക്കടവിലേക്ക് ഒന്ന് യാത്ര പോയതാണ് കേട്ടോ. ഹർത്താൽ ദിവസത്തിൻ്റെ തലേ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ വടകര കഴിഞ്ഞ് നമ്മൾ ആ കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഒരു ചായ കഴിക്കാൻ ഇറങ്ങി തട്ടുകടയിൽ നിന്ന്. ഇതെന്താ പറയുക, ഇത് കൊള്ളി, ഈ കപ്പ മരച്ചീനി പൂള എന്നൊക്കെ പറയാം, അതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. പലഹാരമാണ്, ഈ ഒരു ഭാഗത്ത് കിട്ടുന്നതാണ്. ഇത് കൊയിലാണ്ടി കിട്ടില്ല, ഇത് കുഞ്ഞിപ്പത്തിരി. ഇത് കുഞ്ഞു പത്തിരി ഈ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ വരട്ടി അതിലേക്ക് മിക്സ് ആക്കി നമുക്ക് തരാം. ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തട്ടുകട പലഹാരമാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഇതാണ് കുഞ്ഞിപ്പത്തിരി, നല്ല ടേസ്റ്റ് അതിന്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു ഭാഗത്തേക്ക് പോയാൽ ഞാൻ കഴിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. ഇത് നല്ലൊരു തട്ടുകടയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അതും കഴിച്ച് നേരെ പോയത് പറശ്ശിനിക്കടവിലേക്കാണ്. അപ്പോൾ പറശ്ശിനിക്കടവിൽ എത്തിയാൽ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടില്ലല്ലോ, ഹർത്താലല്ലേ പിറ്റേ ദിവസം. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾ പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ, എവിടെ ഒന്നും തുറക്കൂലെന്ന് പറഞ്ഞു. പിന്നെ ആ കണ്ണൂർ ഭാഗത്തായതുകൊണ്ട് ഒന്നും തുറക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നും കരുതി ഞങ്ങൾ കുറേ ഇതായത് കണ്ടില്ലേ, ബിസ്ക്കറ്റ്, മാങ്ങ, കടല, പാൽപ്പൊടി, ബൂസ്റ്റ്, അവക്കാടോ, പഴം, റോബസ്റ്റ് പഴം, അങ്ങനെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവിൽ പിറ്റേന്ന് രാവിലെ 5:30ക്കാണ് തൊഴാൻ ഇറങ്ങിയത്. അപ്പോൾ പൊതുവേ തിരക്ക് കുറവായിരുന്നു, കാരണം ആ ഒരു ഹർത്താൽ ദിവസമായതുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് തൊഴുതു. മുത്തപ്പനെയും തിരുവപ്പനെയും ഒക്കെ കണ്ടു, തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഭയങ്കര വിഷമായി. അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ആ ഒരു ചന്തയാണ് കേട്ടോ അത്. ഇതും ഹർത്താലായിട്ട് തുറന്നില്ലായിരുന്നു. ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടില്ലെങ്കിലും ഈ ചന്തയിലൂടെ വായി നോക്കി നടക്കാൻ ഒരു സുഖമല്ലേ. ചന്തയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ അമ്പലത്തിൽ ഹർത്താലാണെങ്കിലും അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ നമ്മുടെ മുത്തപ്പൻ്റെ സ്പെഷ്യൽ ആ ഒരു പയറ് പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ആ ഒരു ചായയും അത് അമ്പലത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ദീമായി മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ സാധാരണ ആ ഒരു ചായ കഴിച്ചിട്ട് രാവിലെ തന്നെയാണ് ഇറങ്ങുക അമ്പലത്തിൽ നിന്ന്. പക്ഷേ ഈ ഒരു ഹർത്താൽ ദിനത്തിൽ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ ന്യൂസിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് കരുതി. പിന്നെ ഈ അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ അവിടുന്ന് ചോറും സാമ്പാറും ഒരു പച്ചടി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് മടങ്ങിയത്. വഴിയിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയതിനെക്കാട്ടും നല്ല പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് കൊയിലാണ്ടെത്തി, കാരണം റോഡിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഹർത്താൽ ഞങ്ങൾ പറശ്ശിനി മുത്തപ്പൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളും ഹർത്താൽ ആഘോഷിച്ചു. പിന്നെ 1-2 വിഷമങ്ങളൊക്കെ മുത്തപ്പനോട് പറഞ്ഞിട്ടുണ്ട്. തടസ്സങ്ങളൊക്കെ എനിക്ക് മുത്തപ്പ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലും ആത്മധൈര്യത്തിലും ഞങ്ങൾ പോവാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.